അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു. നമ്മൾ ഇന്ന് അഞ്ജുവിൻ്റെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടത്തോട്ട് പോയതാണ്. അപ്പോൾ അഞ്ജു ഭയങ്കര പച്ചപ്പരിഷ്കാരി ആയതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ ഓവർനൈറ്റ് ഓട്സ് ഒക്കെയാണ് തന്നത്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൻ്റെ ആ വ്യൂ ഒക്കെ കണ്ട് രണ്ടുപേരും കൂടി ആ വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്ന് ഓവർനൈറ്റ് ഓട്സ് കഴിക്കുക. എന്നൊക്കെ ആചാരങ്ങളല്ല. പാവത്തിന് രാവിലെ തന്നെ വെളിവൊക്കെ പോയി ഇങ്ങനെ നിൽക്കുക. കാര്യം രാവിലെ തന്നെ ഗ്യാസ് ഒക്കെ തീർന്നു. അങ്ങനെ കിളിയൊക്കെ പോയി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഗ്യാസ് ഒക്കെ എടുത്തോണ്ട് വന്നു. നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ അടുത്ത് കയറി. നമ്മൾ രണ്ടും കപ്പിൾസ്. ഞങ്ങൾ രണ്ടും ഇങ്ങനെ പണ്ട് കോളേജിൽ നിന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ ലെസ്ബിയൻസ് ആണെന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ടി നമ്മൾ ലെസ്ബിയൻസാ, ഓക്കെ അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ലെസ്ബിയൻസാ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ട്രിവാൻഡ്രം ഒക്കെ വന്നിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നത്. കാര്യം നമ്മൾ കോളേജിലായ സമയത്ത് സിനിമയൊക്കെ കാണാൻ പോകും. അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നൊരു പോക്കും പിന്നെ എൻ്റെ നാട്ടിൽ വരുമ്പം പോകുന്നതൊക്കെ ഉള്ളായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ വേറൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ കറങ്ങാനൊക്കെ പോന്നു. നല്ല രസം. എന്ത് രസമായിരുന്നു. എൻ്റെ അമ്മ എന്നോട് പോലും ഇത്ര സംസാരിക്കില്ല. ഇതിപ്പോൾ എൻ്റെ അമ്മ വിളിച്ചിട്ട് അവളോട് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു. അപ്പം അവൾ എൻ്റെ അടുത്ത് ആ കുറ്റങ്ങൾ പറയുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എല്ലാവരും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കാണുമല്ലേ. ഇങ്ങനെ കൂടുതൽ അമ്മമാരുമായിട്ടും കമ്പനിയുള്ള ഫ്രണ്ട്സൊക്കെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇവളായിരിക്കും കൂടുതൽ അമ്മയുമായിട്ട് കമ്പനി. ഇവൾക്ക് എന്നെ കാട്ടി ഇഷ്ടം എൻ്റെ അമ്മേനെയാണ്. എൻ്റെ അമ്മ എന്നോട് സംസാരിക്കുന്ന ഒരു 10 മിനിറ്റാണ്, 2 മിനിറ്റാണെങ്കിൽ ഇവളോട് അരമണിക്കൂറൊക്കെ എന്തൊക്കെയോ സംസാരിക്കും. എൻ്റെ കുറ്റം തന്നെയാണ് ഈ പറയുന്നത്.